നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി MA ഹിസ്റ്ററി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. ആർക്കൈവൽ സ്റ്റഡീസ് എന്ന പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ 3rd യൂണിറ്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റിന്റെ പേര് ആർക്കൈവ്സ് ആൻഡ് ലൈബ്രറീസ്. അപ്പൊ ഇവിടെ നമ്മൾ പ്രധാനപ്പെട്ട ആർക്കൈവ്സിനെയും ലൈബ്രറികളെയും കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ആർക്കൈവ്സ് നമുക്ക് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ചരിത്രരേഖകളും ഫയലുകളും ഒക്കെ സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഇടങ്ങളാണ്. ലൈബ്രറികളും അതിന്റെ മറ്റൊരു രൂപം, അതായത് പുസ്തക രൂപത്തിൽ പുസ്തകങ്ങൾ, ലൈബ്രറി എന്ന് പറയുമ്പോൾ പുസ്തകങ്ങളാണ് ഇപ്രകാരം സൂക്ഷിക്കുന്നത്. ഇനി ആർക്കൈവൽസും ലൈബ്രറീസും തമ്മിലുള്ള പ്രവർത്തനപരമായിട്ടുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളാണ് നമ്മളിനി ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആർക്കൈവ്സ് എന്ന് പറയുന്നത് ചരിത്രപരവും ഭരണപരവുമായിട്ടുള്ള പ്രാധാന്യമുള്ള യഥാർത്ഥ രേഖകൾ, ഒറിജിനൽ രേഖകളാണ് സൂക്ഷിക്കുന്നത്. വായനയ്ക്കും പഠനത്തിനും വേണ്ടിയിട്ട് പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളും മറ്റ് പഠന രേഖകളും ഒക്കെ ശേഖരിച്ചു വെക്കുന്നുണ്ട്. അപൂർവവും അമൂല്യവുമായിട്ടുള്ള വളരെ യുണീക്ക് ആയിട്ടുള്ള രേഖകളൊക്കെ ഇപ്രകാരം ഇവിടെ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ഇതൊരു പെർമനന്റ് ആയിട്ടുള്ള ഒരു കൺസർവേഷൻ മെത്തേഡാണ് ഈ ആർക്കൈവ്സിൽ നടക്കുന്നത്. എന്നാൽ ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ യൂണിറ്റിലൊക്കെ പഠിച്ചതുപോലെ തന്നെ ചരിത്രം സംരക്ഷിക്കുക, പൊതുജനങ്ങൾക്ക് അതൊരു പഠിതാക്കൾക്ക് അത് സഹായകമാകുന്ന രീതിയിൽ ഈ രേഖകൾ പഠന വിധേയമാക്കാൻ സാധിക്കുന്ന രീതിയിൽ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഇനി ലൈബ്രറികൾ എന്ന് പറയുന്നത് അത് പുസ്തകങ്ങളാണ് ലൈബ്രറിയിൽ സൂക്ഷിക്കുന്നത്. നമ്മൾ ആർക്കൈവ്സിൽ ഉപയോഗപ്പെടുത്തുന്നത് പോലെ തന്നെ പഠന മേഖലകളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ പുസ്തകങ്ങൾ മാത്രം സൂക്ഷിക്കുന്നതാണ് ലൈബ്രറി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ സാധാരണഗതിയിൽ രേഖകളൊന്നും കാണാറില്ല. അതുപോലെ ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങൾ ആളുകൾക്ക്, പൊതുജനങ്ങൾക്ക് നേരിട്ട് എടുത്തു കൊണ്ടുപോയി പഠനം നടത്താനും ഉള്ള പുസ്തകങ്ങൾ കടം കൊടുക്കുക